എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് മടക്കി വിജിലൻസ് ഡയറക്ടർ. കൂടുതൽ വ്യക്തത വേണമെന്ന് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് SP-യാണ് അന്വേഷണം നടത്തിയത്. വിശദമായ അന്വേഷണം നടത്തി ഫയലുമായി നേരിട്ടെത്തണം. അനധികൃത സ്വത്ത് സമ്പാദനത്തിലടക്കമാണ് എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയത്. അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും പരാതികൾ തെളിയിക്കാനുള്ള യാതൊരു രേഖകളും സമർപ്പിച്ചില്ല എന്നും അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനില്ലായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റിപ്പോർട്ടിൽ വ്യക്തതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത റിപ്പോർട്ട് മടക്കിയത്. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് SP-യാണ് അന്വേഷണം നടത്തിയത്. വിശദമായ അന്വേഷണം നടത്തി ഫയലുമായി നേരിട്ടെത്തണമെന്നാണ് നിർദ്ദേശം. അനധികൃത സ്വത്ത് സമ്പാദനത്തിലടക്കമാണ് എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയത്. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലാണ് ADGPക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. DGP-ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെയായിരുന്നു വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ്. കവടിയാറിലെ വീട് നിർമ്മാണത്തിൽ SBIയിൽ നിന്ന് എം.ആർ. അജിത് കുമാർ 1.5 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇതൊക്കെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനമില്ലാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.